ഹായ്. അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി കട ക്ലോസ് ചെയ്തിട്ടുണ്ട്. നേരെ പോവാ, നല്ല ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. നല്ല ദോശയും നാടൻ ദോശയും ഞങ്ങളെ നാട്ടിൽ മാത്രം കിട്ടണ എന്നാണ് എന്റെ അറിവ്. ഒരു പുളിയില്ലാത്ത ഒരു ദോശയായിരുന്നു. അറഫേല ദോശ എന്ന് നിങ്ങൾ പറയും. നമ്മളെ മാർക്കറ്റിൽ സുബൈക്കത്തല്ല അവിടെ സ്ഥലം, സുബൈക്കയിലാണ് നമ്മൾ ഇന്ന് പോകുമ്പോൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഒരു സ്ഥലമുണ്ട് ഷമലി, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സ്ഥലം വരുന്നത്. അപ്പൊ കോബാറിലുള്ള, എനിക്ക് തോന്നുന്ന കോബാറിലുള്ള ഒരു മാർക്കറ്റുകളിൽ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് നമ്മളിപ്പോ ഇന്ന് പോകാൻ പോണത്. ഇന്ന് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് അടുത്തത് നമ്മൾ മാർക്കറ്റിലേക്ക് ഒന്ന് പോകുന്നുണ്ട്. അപ്പൊ ചെറുതായിട്ട് മാർക്കറ്റിന് പർച്ചേസിംഗ് ഉണ്ട്, നമ്മളെ മെസ്സക്ക് ഉള്ള പർച്ചേസിംഗ് ചെറുതായിട്ട് മാർക്കറ്റിൽ ഉണ്ട്. അപ്പൊ ഇതാ ബിൽഡിംഗ് ഒന്ന് പുറത്തിറങ്ങി, ഇതാ രണ്ട് മൊയന്തുകൾ അവിടെ ഇരുന്ന് ലുഡോ കളിക്കണ്ട്. അപ്പോ സബായിരുത ബാക്കിൽ വരണേ സോയിലിന്റെ പരാതി ഒറ്റക്ക് കേൾക്കുന്ന. അപ്പൊ ഞങ്ങൾ 5 ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നേരെ അറഫ പോയിട്ട് ആദ്യം ഫുഡ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ മാർക്കറ്റ്, എന്താ പറയാ മാർക്കറ്റിന്റെ പേരെന്താണ്, സുബൈക്കയിലുള്ള മാർക്കറ്റ്, നമ്മളെ കോബാറിലുള്ള ഏറ്റവും ടോപ്പ് മാർക്കറ്റ് ആട്ടോ. പച്ചക്കറി കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി മാർക്കറ്റാണ്. അപ്പൊ അതില് പോവാനുള്ളതാണ് ഫുഡടി കഴിഞ്ഞിട്ട്. ഇവിടെ എന്തോ ചർച്ച ചെയ്യുന്നുണ്ട്. അതാ സൗദിയിൽ മാസം കാണുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മളെ റൂട്ട് എന്ന് പറഞ്ഞാൽ അവിടുക്കാട്ടാ. നമ്മള് പഴയ വീഡിയോയില്, കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞ പോലെ തന്നെ ആ സൈഡിലാണ് നമ്മളെ സിഗ്നൽ കഴിഞ്ഞിട്ട് റൈറ്റിക്ക് തിരിഞ്ഞിട്ടാണ് നമ്മളെ മാർക്കറ്റ് വരുന്നത്. തണുക്കുണ്ടോ? സബാറിന് തണുക്കുണ്ട്. 15 വർഷമായിട്ട് കോട്ടിടാത്ത വ്യക്തിയാണ് സബായിറ്. എങ്ങനെ ആരാ എങ്ങനെ അങ്ങനെ നമ്മൾ ആ സിഗ്നലിന് റൈറ്റിക്കാണ് പോകാനുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് ആ സൈഡിലാണ്. ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് നേരെ ഓപ്പോസിറ്റ് സുബൈക്കത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, മാർക്കറ്റിലാണ് നമ്മൾ ഈ ഹോട്ടല്, അറഫ ഹോട്ടലുള്ളത്. ഞങ്ങളെ തിരൂർക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു ദോശയാണ്, പുളിയില്ലാത്ത ദോശ എന്ന് പറയും. അതാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത്. കാരണം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഉമ്മ ഉണ്ടാക്കിയിട്ട്, ഉമ്മയും വല്യമ്മൊക്കെ ഉണ്ടാക്കി തന്നിട്ട് മാത്രം കഴിച്ചിട്ടുള്ള ദോശയാണിത്. എന്റെ വീട്ടിൽ നിന്നാണ് കൂടുതലും കഴിച്ചിട്ടുള്ളത്, വീട്ടിൽ നിന്ന് നമ്മളെ തിരൂർ ഭാഗത്തുനിന്നും. അപ്പോ ഇവിടെ വന്നതിന് ശേഷം അത് കഴിക്കാൻ കിട്ടിയിട്ടുള്ളത് ഈ അറഫ ഹോട്ടലിനാണ്. അപ്പൊ അത് കഴിക്കാനാണ് മെയിനായിട്ട് നമ്മളെ ഉദ്ദേശം. സിഗ്നലിൽ പച്ച കത്തിയിട്ടുണ്ട്. സിഗ്നലിൽ പച്ച കത്തിയത് കണ്ടിട്ട് ആ പച്ച സിഗ്നലിൽ കാണുന്ന അതേപോലെ നടക്കുന്ന വ്യക്തി ഇതാ സോയില്, അതിലെ അതിൽ കാണുന്ന അതേപോലെ. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളാ മാർക്കറ്റിക്കുള്ള വഴിയാണ്. ഇവിടുന്ന് നേരെ നമ്മള് റൈറ്റിക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഈ മെയിൻ റോട്ടിൽ നിന്ന് നേരെ റൈറ്റിക്ക് തിരിഞ്ഞാലാണ് മാർക്കറ്റിക്കുള്ള വഴി. നമ്മളെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പ് കണ്ടെങ്കില് നമ്മളെ ഒരുപാട് കാലത്തെ ഓർമ്മകളാണ് ആ പറമ്പിലുള്ളത്. കാരണം ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ആ പറമ്പില്, നമ്മളെ എന്താ പറയാ ഗോൾഡൻ ബ്രോസ്റ്റഡ്, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ആ പറമ്പില്. അത് ഇപ്പൊ അടുത്ത കാലത്താണ് പൊളിച്ച് ഒഴിവാക്കിയിട്ട് നിരന്നൊരു ഭൂമി മാത്രമാക്കിയിട്ട്, ആ ബിൽഡിങ്ങിന്റെ പഴക്കം കൊണ്ട് ആ ബിൽഡിങ് പൊളിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളെ ഒരുപാട് ഗ്രോസറി ഷോപ്പുകളും കോഫി ഷോപ്പുകളൊക്കെ പോയിന്നൊരു ഏരിയയാണ് അവിടെ. ഇവിടെയാണ് നമ്മളെ മാർക്കറ്റ് വരുന്നത്. ഇതിന്റെ അകത്തോട്ട് ഈ റൈറ്റിക്ക് തിരിഞ്ഞാലാണ് മാർക്കറ്റിന്റെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. നമ്മളെ പഴയ ഗോൾഡൻ ഗ്രില്ല് എന്നിട്ടുള്ള ബ്രോസ്റ്ററും ഷവർമയും ഗ്രില്ലഡ് ചിക്കൻസ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. അവിടെ നമ്മളെ ഷിഫ ഹോസ്പിറ്റൽ ഉണ്ട്, ഷിഫ ക്ലിനിക്ക്. ഇതൊരു സൂപ്പർ മാർക്കറ്റ്. ഈ മാർക്കറ്റിന്റെ സ്റ്റാർട്ടിങ് അവിടെയാണ്. ഇവിടെ കുറച്ച് ബംഗാളി ഏരിയകളാണ്, അതായത് ഡ്രസ്സുകള് അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലും ഈ ഏരിയയില്. ഈ ഭാഗത്തായിട്ട് കുറെ ഹൈദരാബാദി ടീ കടകളും ചായക്കടകളും ഹോട്ടലുകളും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഫാർമസി, ഷിഫ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഷിഫ അൽക്കോബാറിന്റെ ഇത് മാറ്റിയിരിക്കുന്ന സംഭവം.
ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റാട്ടോ ശരിക്ക്. ഇതിന്റെ അകത്ത് എല്ലാവിധ പച്ചക്കറികള്, മട്ടന്, ചിക്കന്, ബീഫ് എല്ലാ സംഭവങ്ങളും കിട്ടും. നമ്മളെ ഹോട്ടൽ വരുന്നത് ഇവിടെയാണ്, ഈ ഭാഗത്താണ് ഹോട്ടൽ വരുന്നത്. ആ കാണുന്ന റെഡ് കളറാണ് നമ്മളെ ഹോട്ടലിന്റെ അറഫ ഹോട്ടൽ. അപ്പൊ നമ്മളെ പരിപാടിന്റെ സ്റ്റാർട്ടിങ് ഹോട്ടലിനാണ്. നമ്മളെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി അടുത്ത പരിപാടി തുടങ്ങല്. എന്നിട്ട് നമ്മളെ ഹോട്ടല് അറഫ റെസ്റ്റോറന്റ്. മറ്റേ ആൾക്കാര് സ്ഥലം പിടിച്ചിട്ടുണ്ട്. എന്താ ഓർഡർ ചെയ്ത്? ഞാൻ ചോദിച്ച സാധനം ഉണ്ടോ? ദോശ. ഓ കേച്ചിലായി. അപ്പൊ ഈ ടൈമില് വന്നാൽ കിട്ടലില്ലേ? അപ്പോൾ ഞങ്ങൾ ഓർഡർ എടുക്കാനും വേണ്ടിയിട്ട് ആളെത്തിയിട്ടുണ്ട്. ആളിത് എന്തൊക്കെയുണ്ട്, മട്ടൻ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, ചെമ്മീൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത് വന്നിട്ട് കാണാം. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്താണ്? ഒരു 2 ചെമ്മീന്, ഒരു മട്ടന്, പിന്നെ ഒരു ബീഫ് മസാല, ഒരു ബീഫ് ഫ്രൈ. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ദോശ കേട്ടോ. പ്രത്യേക തരം സാധാ ദോശ, നമ്മളെ പുളിയൊന്നും ഇല്ലാത്ത ദോശ. ഇതാണ് സാധനം. അതൊക്കെ എത്തിയിട്ടുണ്ട്. ബീഫ് ഫ്രൈ, ബീഫ് മസാല, മട്ടൻ, 2 ചെമ്മീൻ. എല്ലാതും ഫിനിഷ് ചെയ്തു. ഫിനിഷ്. നമ്മളെ ഷോപ്പിന്റെ അക്കൗണ്ടന്റാണ് കണക്ക് കൂട്ടുന്നത്. ചേട്ടാ നമ്മളെ സപ്ലയർ നല്ല അടിപൊളി ഫുഡ് കഴിഞ്ഞിട്ടാ. മലയാളിയാണ്. ഫുഡൊക്കെ അടിപൊളി കഴിക്കണേ. എവിടെ സ്ഥലം? മലപ്പുറം തിരൂരാ? തിരൂരോടെ? താന്നാളൂരാ? ഞാൻ തിരൂര് പൈനങ്ങാടിയല്ല. അപ്പൊ നമ്മളെ സ്വന്തം നാട്ടുകാരനാട്ടോ. മലപ്പുറം തിരൂര് താന്നാളൂര്. നമ്മളെ നാട്ടുകാരനാണ് കിട്ടിക്കുന്നത് ഇവിടെ ഹോട്ടലില്. അപ്പൊ നമ്മളിതാ അറഫാന്ന് ഇറങ്ങിട്ടോ. മക്കളെ ഫുഡ് കഴിച്ചിട്ട് നല്ല അടിപൊളി ഫുഡ് കഴിഞ്ഞിട്ടോ. നല്ല ഉഷാറ് ദോശയും, ഞാൻ ബീഫ് ഫ്രൈ കഴിഞ്ഞ്, അതേപോലെ സബായര് മട്ടന്, പിന്നെ അതെന്താണ് ബീഫ് റോസ്റ്റാ അങ്ങനെ എന്തോ ആയിരുന്നു. മറ്റേ 2 ആൾക്കാരും ചെമ്മീനാണ്. അപ്പൊ ചെമ്മീന് കുറച്ചും കൂടി നല്ല അടിപൊളി ടേസ്റ്റ് കഴിക്കുന്നത് കാരണം ചെമ്മീൻ ആയതുകൊണ്ടാണ്. എന്തായാലും ഫുഡൊക്കെ അടിപൊളി കഴിക്കണമെങ്കിൽ നേരെ ഞങ്ങൾ പോണത് പച്ചക്കറി അങ്ങനെ ചില്ലറ ഐറ്റംസ് വാങ്ങാണ്ട്. അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ മൊബൈൽ മാർക്കറ്റ്, അതേപോലെ ഡ്രസ്സിൻ്റെത്, പച്ചക്കറി, ഇറച്ചി, മീന് എല്ലാ സംഭവങ്ങളുള്ള ഒരു മാർക്കറ്റ് കേട്ടോ നമ്മളത്. ഇത് ഇവിടുത്തെ ഒരു ഏരിയ മാത്രമാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഞാൻ പോകുന്നത് ഒരു ഏരിയ മാത്രമാണ്. ബാക്കി ഇതിൻ്റെ അപ്പുറത്തുമായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇതൊരു മീനിൻ്റെ കടയാണ്. നമ്മളെന്താ വൃത്തിയില്ലേ മീനിൻ്റെ ഷോപ്പൊക്കെ. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. നമ്മളെ ഈ പലവ്യഞ്ജന സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഹോൾസെയിൽ ഷോപ്പാണ്. അതിന് നേരെ പുറത്തായിട്ടൊരു ഇറച്ചിൻ്റെ ബീഫിൻ്റെ ഷോപ്പുണ്ട്. ശരിക്കും നേരത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാവും കേട്ടോ. വണ്ടികളെ കൊണ്ട് നല്ല തിരക്കാവും. ഇന്ന് എന്തേ പറ്റിയാവും, വണ്ടികളൊന്നും വല്ലാതെ കാണുന്നില്ല, കുറവാണ്. നമ്മുടെ കോബാർ ഏരിയയിലുള്ള ഏറ്റവും ടോപ്പ് മാർക്കറ്റാണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ടൈം 10:30 കഴിഞ്ഞിങ്ങനെ, 10 മണി കഴിഞ്ഞിങ്ങനെ ഫുഡൊക്കെ കഴിച്ചെത്തിയപ്പോൾ. അപ്പോൾ ഒരുപാട് ഷോപ്പുകൾ അടച്ചു പോകേണ്ട ടൈം കഴിഞ്ഞിങ്ങനെ. അപ്പം നമ്മൾ കൂടുതലും ഇങ്ങനത്തെ ഈ ഏരിയയിൽ ഞങ്ങൾ ആദ്യം വരലും ഇങ്ങോട്ട് തന്നെയാണ്. പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ വരലും ഇങ്ങോട്ട് തന്നെ. നമ്മൾ ഏകദേശം 1.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ രാത്രി ഇങ്ങനെ നടന്നിട്ട് വരും, തിരിച്ചു പോകുമ്പോൾ വണ്ടിക്ക് പോകും. അതാണ് നമ്മളെ പതിവ്. അപ്പോൾ നമ്മളെ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഓരോ കടകൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇതാണ് നമ്മൾ വാങ്ങുന്ന പച്ചക്കറി കട. സ്ഥിരമായിട്ട് പച്ചക്കറി വാങ്ങുന്ന കട അതാണ്. അകത്ത് സബായറും എന്താ പറയാ അദീബും കൂടി പച്ചക്കറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഹംക്ക് ഇവിടെ പുറത്തിരുന്നാണ്ട് ഫുട്ബോൾ കളിയാണ്. നിയാദിന്റെ അപ്പുറത്തേക്ക് ചിക്കൻ കിട്ടിയടാ.
ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളെ ചിക്കന്റെ കട അവിടെ, അതാണ് നമ്മളെ ചിക്കന്റെ കട. അവിടെ ചിക്കൻ ഓർഡർ ചെയ്താണ് വന്നതാണ്. അവിടെ വെട്ടിക്കൂട്ടി റെഡിയാക്കിയിട്ട് വെക്കും. ഞങ്ങൾ ഇത് പർച്ചേസിങ് കഴിഞ്ഞാൽ നേരെ അവിടെ പോയിട്ട് പിക്ക് ചെയ്യാനാണ് വെച്ചിട്ട് പതിവ്. ഇവരാണ് നമ്മളെ പലചരക്ക് കാരണങ്ങളൊക്കെ വാങ്ങുന്ന കട. ഇതാണ് ഈ കാണുന്ന കടയിൽ പലചരക്ക് കാരണം നമ്മളൊരു നാട്ടുകാരുണ്ട് അവിടെ, ബഷീർ ഖാൻ എന്ന് പറഞ്ഞാൽ ബഷീർ ഖാന്റെ കടയിലാണ് നമ്മൾ പോയിട്ട് പലചരക്ക് കാരണങ്ങളൊക്കെ കംപ്ലീറ്റ് ഈ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങല അവിടെ നിന്നാണ്. നാം ക്യാ? മുഹമ്മദ്. നമ്മള് മലയാളം പറയുമ്പോ അവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. എന്താ ഇവിടുത്തെ പച്ചക്കറി കടക്കെ വൃത്തിയില്ല, അല്ലെങ്കിൽ ബലതി വന്നിട്ട് നല്ല രസമുണ്ടാവും. നമ്മളത് ബില്ല് ചെയ്യാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു ബംഗ്ലാദേശികളെ സോപ്പോട്ടാ ശരിക്കും. ഇതൊക്കെ കഴിഞ്ഞോ? അപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ റെഡി ആയത് വാങ്ങാനായിട്ട് ഇനി അത് വന്നതാണ്. ആ പൈസ കൊടുത്ത് വാങ്ങി ചിക്കൻ വെട്ടിക്കൂട്ടി റെഡിയാക്കി കീസറാക്കിയിട്ടുണ്ട്. ഈ ഫ്രീസറിൽ കാണുന്ന അതേപോലത്തെ ചിക്കനാണ് നമ്മൾ പാക്കറ്റ് ചിക്കന് നമ്മൾ കൊടുക്കലാണ് റെഡിയാക്കാൻ അവർക്ക് വെട്ടിക്കൂട്ടി റെഡിയാക്കാൻ. അപ്പോൾ അതാ നിയാത് പൈസ ഒക്കെ കൊടുത്ത് ഇറങ്ങി. അവിടെ നിന്ന് നേരെ നമ്മളെ പലചരക്ക് കടയിലേക്കാണ്. നമ്മളെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മളെ പലചരക്ക് കട ഉണ്ട്. അതിനകത്ത് സോയിലും അധികം അവിടെ ഉണ്ട്. ഇത് നമ്മളെ സ്വന്തം നാട്ടുകാരൻ ബഷീർക്ക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഷീർക്കയാണ്. അപ്പോൾ ബഷീർക്ക ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പൗഡർ കാര്യങ്ങൾ പലചരക്ക് കാര്യങ്ങളൊക്കെ വാങ്ങൽ. ഇതാട്ടോ നമ്മളെ ഈ ഷോപ്പിന്റെ ഓണർ, ഏകദേശം 10-12 വർഷമായിക്കണ്. എന്താണ് നിങ്ങളുടെ പേര് പറഞ്ഞാൽ? ബനാത്തുള്ള ഖാസിമി. ഇത് നമ്മളെ ബഷീർക്ക, നമ്മളെ നാട്ടുകാരൻ പണിയിലാണ്. 1 മില്യൺ സബ്സ്ക്രൈബറാണ് നമ്മൾ പ്രതീക്ഷ. അത് ഒരു 6-7 മാസം കൊണ്ട് കോബാറിൽ സുബേക്കലാണ് ഇത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രവാസി സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തൊക്കെയാണുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോകൾ നമ്മൾ നാളെ വരികയാണ്. ഇപ്പം ഇതൊരു തുടക്കമാണ്. സ്ഥലം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. നമ്മളെ സ്ഥലം കണ്ണൂർ തലശ്ശേരിയാണ്. കണ്ണൂർ തലശ്ശേരി. പിന്നെ ഇതിപ്പോൾ എല്ലാം മലപ്പുറം സുഹൃത്തുക്കളാണ്. പയ്യന്നൂർ. പിന്നെ ഇവരെന്നും ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും ഇവിടെ കയറിയായിരുന്നു. നമ്മള് സ്ഥിരം കസ്റ്റമറാണ് ഈ ഷോപ്പിന്റെ. കംപ്ലീറ്റ് പലവ്യഞ്ജനങ്ങള് അങ്ങനെ തന്നെ പറയില്ല. മാർക്കറ്റ് ബംഗ്ലാദേശിന്റെ ആണ് ഇത്. പക്ഷെ കൂടുതലായിട്ടും ഇവിടെ വരുന്നത് പുറമേയുള്ള ആൾക്കാരാണ്. മലയാളീസും ഉണ്ട്, ഹിന്ദിക്കാരും ഉണ്ട്, പല രാജ്യക്കാരും പല നാട്ടുകാരും ഉണ്ട്. എല്ലാ ഇവിടെയുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടും. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? മൊത്തം എല്ലാ ഐറ്റംസും കിട്ടുന്ന മാർക്കറ്റല്ലേ? ഏകദേശം ഈ ഒരു മാർക്കറ്റ് ഒരു 35 വർഷത്തോളം ഇങ്ങനെ പോകുന്നു. ഈ മാർക്കറ്റ് കട ഏകദേശം ഒരു 29 വർഷമായി. കാര്യങ്ങളെല്ലാം പറഞ്ഞാല് മൂപ്പര് അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട. പിന്നെ ഇതാണ് മൂപ്പര ഷോപ്പ്. പിന്നെ മൂപ്പര് കുറെ ഒരു 10-12 കൊല്ലേക്കാണ് ഇവിടെ. അപ്പൊ ഇതൊരു വലിയൊരു മാർക്കറ്റാണ് സത്യത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ വലിയൊരു മാർക്കറ്റാണ്. ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന മാർക്കറ്റ്. 10-35 വർഷമായിട്ട്, ഞാനിവിടെ ഏകദേശം 10 വർഷമായിട്ടുള്ളൂ. 10 വർഷമായിട്ടുള്ളൂ. പക്ഷെ ഇവര് ഏകദേശം 10-12 വർഷമായി. അതിന് മുന്നേ 10-35 വർഷം ഈ മാർക്കറ്റ് ഇവിടെ ഉണ്ട് എന്നാണ് മൂപ്പര് പറഞ്ഞത്. എന്തായാലും നമ്മൾ കുറെ കാലമായിട്ട് ഈ ഷോപ്പിലത്തെ കസ്റ്റമറാണ്. ഒരുപാട് കാലം തൊട്ടുമുള്ള കസ്റ്റമറാണ് നിങ്ങൾ ഈ ഷോപ്പിലത്തെ. അപ്പോൾ ആ പരിചയത്തിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ നടത്തിയത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പിടിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ടാക്സിക്കാരൻ വരും. ടാക്സിക്കാരൻ വന്നു കഴിഞ്ഞാൽ സഫാരി ടാക്സി വിളിച്ചാ സഫാരി ടാക്സിക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ടാക്സിക്കാരൻ വന്നു കഴിഞ്ഞാൽ നേരെ വണ്ടി കയറുക, നേരെ സൈഡാവുക. ഓക്കെ, നേരെ റൂമിൽ പോയി സൈഡാവുക. അപ്പോൾ നമ്മളെ പരിപാടികൾ തീർന്നിട്ടുണ്ട്. പർച്ചേസിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് റൂമൊക്കെയാണ്. നേരെ ടാക്സി വന്നെങ്കിൽ ടാക്സി വന്ന് നേരെ റൂമിൽ പോകുക. അപ്പം വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്, കമൻറ്റും ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെന്താണ് എന്തെങ്കിലും പറയണ്ടേ? ഇടിച്ച് നിൽക്കണ കണ്ടില്ല, മുത്തായ മതി. അപ്പോ പറഞ്ഞ പോലെ ഇനി അപ്പൊ നമ്മള് വിട്ട് ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഒരാൾ തണുത്ത് നടക്കുന്നുണ്ട്.
തിന്നിട്ട് എക്കട്ടുണ്ട് നമ്മളാളിട്ടാ. അപ്പൊ എല്ലാരോടും ഗുഡ് നൈറ്റ്. നല്ല സുഖം.